അച്ഛന്മാരെ, സഹോദരങ്ങളെ, വാർത്തയിലുള്ള നമുക്ക് ഏറ്റവും വാർത്തയിലുള്ള നമ്മുടെ സജീവ് വിഷയം പ്രധാനമന്ത്രിയുടെ വിവാഹം വാർഷിക പരസ്പരം ഒന്നാണ്. അവരൊരു പുതിയ കുടുംബത്തിന് സഹായിക്കുകയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. വിവാഹ സാധ്യതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ പരമപ്രാധാന്യമുള്ള ഒരു പ്രത്യേക ദിവസമാണ്. നിങ്ങളൊന്ന് അറിയാതെയായിരിക്കും തീരുമാനിച്ചു. തൃശ്ശൂരിലെ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി ജീവിതകാലം മുഴുവൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന തിരുവനന്തപുരം സ്വന്തം, തൃശ്ശൂരിലെ സ്വന്തം വാഴ്ത്തപ്പെട്ട മറിയം വെച്ചാണ് കൊണ്ടാടുന്ന ദിവസമാണ്. നമുക്കൊരു കാഴ്ചയിലെ ആയിരക്കണക്കിന് സുഹൃത്തുക്കളെ വാഴ്ത്തപ്പെട്ട മറിയം വെച്ചായ പതിനാണ് കുടുംബങ്ങളുടെ ശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അവസാന കാലഘട്ടത്തിൽ മക്കള ഒരുപാട് രൂപപീഠകൾ കൊണ്ട് കഷ്ടപ്പെട്ട. പക്ഷെ മക്കളെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യാത്ര ചെയ്യാൻ പാടില്ലെന്ന് ഡോക്ടർമാരെ വിലക്കിയിട്ടുണ്ട്. ഡോക്ടർമാരെ വിലക്കുകളൊക്കെ ലഭിക്കുന്നത് മക്കളെ നടത്തിയ ഒരു തീർത്ഥാടനം. മക്കളെ പോയ സ്വന്തം നാട്ടിലേക്ക് താൻ ജനിച്ചു വളർന്ന വീട് മക്കാപ്പയിൽ അത് ഓർമ്മകളുടെ വേറൊരു വേദിയങ്ങളാണ്. മക്കപ്പ വീട്ടിൽ ചെന്നിട്ട് വികാര വിശുദ്ധനാണ്. മക്കപ്പ വിരുന്നിക്കാണ്. മടക്കയാത്രയ്ക്ക് മക്കപ്പ പ്ലെയിനിൽ കഴിഞ്ഞപ്പോൾ മക്കപ്പയുടെ കൂടെ യാത്ര ചെയ്യുന്ന പത്രപ്രവർത്തകർ മക്കാപ്പയോട് ഒരു കൗതുകമുള്ള ചോദ്യം ചോദിച്ചു. മക്കപ്പയുടെ ഏറ്റവും അറിയപ്പെടുന്നത് ഉരുക്കു മനുഷ്യനാണ്. ഞാൻ ഇത്ര ധീരതയുള്ള തന്നെയുള്ള മക്കപ്പ സ്വന്തം വീട്ടിൽ പോയിട്ട് പൊട്ടിക്കണ്ണുകൾ എന്തുകൊണ്ട് മക്കപ്പയെ കൊടുത്തൊരു മറുപടി വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു മറുപടി. മക്കപ്പ പറഞ്ഞു, നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത രഹസ്യമാണ്. എന്നെ മനസ്സിലാക്കാൻ മക്കപ്പടിക്കുക. ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ അതുപോലെ വരാത്ത തിരിച്ചറിയുന്ന എന്റെ അവസ്ഥ. ഇതിന് കഴിയാൻ പാടില്ലാത്ത ഒരു രഹസ്യം. ഞാൻ എന്റെ കാണുന്ന വിധത്തില് എന്നെ രൂപപ്പെടുത്തിയ എന്റെ വിശ്വാസ ജീവിതത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഗർഭപാത്രം 1983 പരിശുദ്ധ പിതാവ് എല്ലാ കത്തോലിക്ക കുടുംബങ്ങൾക്കും ഒരു കത്തയച്ചു. വളരെ മനോഹരമായിട്ട് നമ്മുടെ രൂപത്തിൽ മലയാള പരിഭാഷ എല്ലാ കുടുംബങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ആ കത്തില് മാർപ്പാപ്പ കുടുംബങ്ങളെ വിളിക്കുന്ന നിർവചനം ഏറെ പ്രാധാന്യമുള്ളതാണ്. ഫാമിലി, ദ ഡൊമസ്റ്റിക് ചർച്ച്. കുടുംബം ഗാർഹിക സഭയാണ്. നമ്മുടെ രൂപയുടെ വളരെ പാരമ്പര്യമുള്ള ഒരു ഇടവകയാണ് ബ്രഹ്മപുരം. നമ്മുടെ ഇടവകയിലെ തറവാട്ട് മഹിമയുള്ള കുടുംബങ്ങൾ തുച്ചുപോലെ താമസിക്കുന്ന ഒരു ഇടവക. നിങ്ങളുടെ ഇടവകയുടെ പള്ളി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണിക്കാൻ പോകുന്നത് കല്ലുകൊണ്ട് മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കില്ല ഈ കെട്ടിട സമുച്ചയം പ്രമാദമായ വൈദ്യുത പദ്ധതിയാണ്. മക്കളെ പറയുകയാണ്, എന്താണ് കുടുംബം? അതാണ് സഭ. ഇവിടുത്തെ ഇടവകയിലെ ആത്മീയ സുസ്ഥിതി, ഇവിടുത്തെ കുടുംബങ്ങളുടെ ആത്മീയ ആരോഗ്യം. ഒരുപക്ഷെ ഇന്ന് ഈ കല്യാണത്തിൽ ഒരുപാട് അച്ഛന്മാര് ഈ ആൾക്കാരിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നതാണ്. കുടുംബങ്ങളെ സഭ മാനിക്കും.
കുടുംബങ്ങളെ ഇഷ്ടപ്പെടും, കുടുംബങ്ങളെ സഭ കരുതുന്നുവെന്നും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. സജീവ നിശ്ചയിൽ വിവാഹത്തിലാകുമ്പോൾ വിവാഹം എന്ന വലിയ യാഥാർത്ഥ്യം ഒരു അപ്പസ്തലനായ പൗലോസിനെ വിളിക്കുന്നത് പിടികിട്ടാത്ത മഹാരഹസ്യമാണ്. അപ്പസ്തലന്റെ അഭിപ്രായത്തിലെ വിവാഹത്തിനുള്ള ഒരു മഹാരഹസ്യമാണ്. എങ്ങനെയാണ് ഇത് പൊരുത്തപ്പെടുന്നത്, എങ്ങനെയാണ് ഇത് രൂപപ്പെടുന്നത്, മനുഷ്യർക്ക് യുക്തി കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രഹസ്യമാണ്. ഞാൻ ഈ കുടുംബജീവിതത്തിന്റെ മഹാരഹസ്യം സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എപ്പോഴും പ്രസംഗത്തിൽ പ്രയോഗിക്കുന്ന ഒരു സാധാരണമാണ്. ഞാൻ പറയുന്നത് കൊന്തയുടെ രഹസ്യങ്ങൾ പറയുന്നു. കൊന്ത നമസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ കത്തോലിക്ക വിശ്വാസം നമ്മൾ പകരുന്നത് കൊന്ത നമസ്കാരത്തിലൂടെയാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ ഉള്ളടക്കം എന്നൊക്കെ പറഞ്ഞാൽ അത് കൊന്ത നമസ്കാരത്തിലുണ്ട്. വിവാഹം കൊന്ത നമസ്കാരത്തിലെ രഹസ്യങ്ങളിലൂടെ. ഒന്നാമത്തെ രഹസ്യം സന്തോഷത്തിന്റെ രഹസ്യം. ഞാനിവിടെ വന്നു കഴിയുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിയൊരു കാര്യം, എല്ലാവർക്കും എന്തൊരു സന്തോഷം. സന്തോഷം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയങ്ങൾ പൊരുത്തപ്പെടുന്നത്. സജീവ നിശ്ചയം വിവാഹത്തിൽ നിന്ന് ഒന്നാകുമ്പോൾ സ്നേഹമതിന്റെ പൂർണ്ണതയിൽ നിങ്ങളിലെ ആവിഷ്കരിക്കപ്പെട്ടു. മക്കളെ, ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. ഇന്നത്തെ സന്തോഷം ഒരിക്കലും അവസാനിക്കാത്ത സന്തോഷമായിട്ട് നിലകൊള്ളാൻ സംരംഭങ്ങൾ കാക്കട്ടെ. ഈ സന്തോഷം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കൊന്ത നമസ്കാരത്തിന്റെ രണ്ടാമത്തെ രഹസ്യം ദുഃഖത്തിന്റെ രഹസ്യം നമ്മൾ പറയുന്നത്. അത് നമ്മൾ പറയാനുള്ള എളുപ്പം കൊണ്ടൊക്കെ പറയുന്നത്. സച്ചിദാനന്ദയ്ക്ക് പ്രകടനത്തിൻ്റെ നിഷേധത്തിന് മുന്നിട്ടുണ്ട്. അവരുടെ കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ നിങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ നല്ലതാണ്. കുടുംബജീവിതത്തിന്റെ പാഠപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ത്യാഗങ്ങളുടെ പാഠമാണ്. നിങ്ങൾ ഈ പൊരുത്തപ്പെടുന്ന പ്രക്രിയയിലല്ലോ എന്തോരം അഡ്ജസ്റ്റ്മെന്റുകൾ കാണുന്നതാണ്. സജി ഒരു സ്വതന്ത്ര രാഷ്ട്രമാണ്. ഇന്നാണ് സജിയുടെ ക്യാബിനറ്റിലെ ആഭ്യന്തരമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് ചാർജെടുത്ത് ഈ സജിയെ സംബന്ധിച്ച് ഇൻവെസ്റ്റിഗേഷനൊക്കെ അവിടെ നടത്തുന്നു. നിഷേധയുടെ കോഴിക്കോട് ഭാഗം, ഞങ്ങൾ തൃശ്ശൂർക്കാർ. രണ്ട് പശ്ചാത്തലം. നിങ്ങൾ പൊരുത്തപ്പെടുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടതുണ്ട്. നിഷേധിക്കുന്ന കറി ഒരു പക്ഷെ അമ്മച്ചിയുടെ കറി പോലെ ആയിരിക്കണമെന്നില്ല. അമ്മച്ചി മീനിന് ഈ ലോകത്ത് കിട്ടാവുന്ന നാളികളെ പുറത്ത് കഴിഞ്ഞ് പാല് വെച്ച് നമ്മുടെ പാലുകളെ ഉണ്ടാക്കും. അവർക്കത് ഇഷ്ടമാണ്. ഒരുപാട് വിട്ടുവീഴ്ചകൾ പരസ്പരം നമ്മൾ ചെയ്യണം. അപ്പോഴാണ് സ്നേഹം കഷ്ടപ്പെട്ടാകുന്നത്. നീ നിഷേധ സ്വന്തമാക്കുന്നത് താലി കെട്ടിയിട്ടാണ്. നമ്മുടെ കാരണവന്മാർക്ക് എന്ത് വിവേകമുണ്ടെന്നറിയാം. അവർക്ക് ദൈവശാസ്ത്രം അറിയാൻ പാടില്ല. പക്ഷെ ആ താലി കാരണവന്മാരെ ഉണ്ടാക്കിയപ്പോ അതിന്റെ നടുവിലേക്കിട്ട അടയാളം കുരിശാണ്. അതായത് സ്നേഹം പങ്കിടുന്നിടത്ത് കുരിശിനെ ബലിയുണ്ട്. അതുകൊണ്ട് ഈ ത്യാഗത്തിന്റെ രഹസ്യം മക്കൾ മറക്കാതെ സൂക്ഷിക്കണം. എവിടെയെങ്കിലൊക്കെ കുടുംബജീവിതത്തിൽ പാഴ്ചയുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ത്യാഗത്തിന്റെ വഴികളും മറക്കുന്നു. അപ്പൊ നമസ്കാരത്തിന്റെ മൂന്നാമത്തെ രഹസ്യം മഹത്വത്തിന്റെ രഹസ്യമാണ്. സാധാരണ നമ്മുടെ ക്രമമനുസരിച്ച് പെണ്ണ് കല്യാണ പള്ളിയിൽ വരുമ്പോൾ കിരീടം വെച്ചിട്ടാണ് വരുന്നത്. ഫാമിലി ഇസ് ദ ക്രൗൺ ഓഫ് ദ സൊസൈറ്റി. കുടുംബം സമ്പത്തിന്റെ കിരീടമാണ്.